സെഷൻസ് ജഡ്ജിന്റെ പി ആയിട്ടിരുന്ന ആള് കണ്ടു എന്നുള്ളതാണ്. ഇതിനുള്ള അധികാരം അയാൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പൊ അയാളത് അയാളെ വീട്ടിൽ കൊണ്ടുപോയി രാത്രി 10:58 പരിശോധിച്ചതായിട്ടാണ് എവിഡൻസിനകത്ത് വന്നേക്കുന്നത്. രാത്രി 10:58 കൊണ്ട് പരിശോധിക്കുന്നത് നല്ല കാര്യത്തിനൊന്നും അല്ലല്ലോ ഇവനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്ക് ഇത് എങ്ങനെ ഇതിനുള്ള അധികാരം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അങ്ങനെ എടുത്തോണ്ട് വരായപ്പോൾ അത് ജഡ്ജി പറഞ്ഞിട്ടാണ്. ജഡ്ജി അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജഡ്ജിമാർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ധാരണ ഒരിക്കലും വരികയില്ല, കിട്ടത്തില്ല. അവരാരും ചെയ്യുകയല്ല. അത് സാധാരണഗതി അത് കോമൺ സെൻസിന് അഗൻസ്റ്റ് ആണ് ഒരു ജഡ്ജി ഇത് ചെയ്തെന്ന് പറയുന്നത്. കാരണം ജഡ്ജി ഇത് ഈ തൊണ്ടി സാധനം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ ആ ക്ലാർക്കിൻ്റെ അടുത്ത് പറഞ്ഞു, അയാളുടെ പി എടുത്ത് പറഞ്ഞു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ ഒക്കെയല്ല. ഇത് എന്താണെന്ന് പറയുക, ഇത് ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. ഇവൻ ഇങ്ങനെ പറഞ്ഞ് തടി വരും, അത് ജഡ്ജി പറഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോയതാണ്. അതെങ്ങനെ കണ്ടു? അത് മൊബൈൽ ഇട്ടുകൊണ്ടു. ആ മൊബൈൽ എവിടെ? അത് കളഞ്ഞു പോയി. മോണ്ടി ക്രിസ്റ്റോടെ മോനാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും പണം അല്ലെ മൊബൈൽ, ഒരു ക്ലാർക്കിന്റെ മൊബൈൽ കളഞ്ഞുപോയി. കൂളായിട്ട് പറയാം മൊബൈൽ കളഞ്ഞു എന്ന്. കാരണം ആ തൊണ്ടി അത് കളഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ എവിഡൻസ് സപ്രസ് ചെയ്യാണ്, സ്ക്രീനിങ് ദ ഒഫൻഡർ ഫ്രം ലീഗൽ പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ 201 പർവ്യൂവിൽ വരും, ഒഫൻസ് വരും IPC. അപ്പൊ ഇത് നമുക്ക് തിരിച്ചറിയേണ്ട കാര്യം. ഇതിനകത്ത് താണ്ട അതുപോലും, അതായത് പറഞ്ഞേക്കാണ് ജഡ്ജി പറഞ്ഞതാണ്. ഒരിക്കലും അദ്ദേഹം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജഡ്ജി ഒരിക്കലും അത്രയും മണ്ടത്തരം ആരും കാണിക്കുന്നില്ല. ഒരു ക്ലാർക്കിൻ്റെ അടുത്ത് ഈ സാധനം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ കണ്ട് നീ വീട്ടുകാരെയൊക്കെ കാണിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് കൊടുത്തയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിനോട് ചോദിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ജഡ്ജിക്കെതിരെ ഇതുപോലുള്ള ഒരു ആരോപണം വരുമ്പോൾ ആ ജഡ്ജിക്ക് വെറുതെ ചുമ്മാതെ കാടടച്ച് വെടിവെക്കുന്ന കാര്യം അത് ജഡ്ജി പറഞ്ഞിട്ടാണ് എന്നങ്ങ് വിശ്വസിക്കുക. അതാണ് ഇവിടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഇവിടുത്തെ എൻക്വയറി ഓഫീസർ ചെയ്തേക്കുന്നത്. അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുത്തം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ജഡ്ജി എടുത്ത് പോയി ചോദിക്കേണ്ട, ഇങ്ങനെ ഇയാളൊരു മൊഴി തന്നേക്കുന്നത് സാറേ, ഇങ്ങനെ എന്താ സത്യം എന്ന് ചോദിക്കണം. ആ ചോദിക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ, അതിനു പോലും ഒന്നും ഇടപെടാതെ ഇനി അന്നേരം ചോദിക്കും അത് ഹൈക്കോടതി ജഡ്ജി, ഇപ്പൊ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയാണ്, ഹൈക്കോടതി ജഡ്ജിയെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും എന്ന്. ക്വസ്റ്റ്യൻ ചെയ്യല്ല, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാണ്, അതിന്റെ പെർമിഷൻ എടുക്കണം. അത് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ പെർമിഷൻ എടുക്കണം. ഇങ്ങനെ അങ്ങയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കുന്നു. അപ്പൊ അത് പറഞ്ഞില്ലെങ്കിൽ, ഒരു എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ അത് മോശമായി, ജുഡീഷ്യറിയുടെ പ്രതിച്ഛായക്ക് മോശമാവും എന്ന് പറഞ്ഞാൽ ജഡ്ജിനെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് ജഡ്ജിയാണെന്നെങ്കിലും ചെയ്യും. ഞാനാണെങ്കിൽ അന്നേരം കൊടുക്കും മൊഴി, ഇതിന്റെ എന്താ സംഭവം എന്ന് ഉള്ള കാര്യം പറഞ്ഞു കൊടുക്കും. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രയല്ലേ ഉള്ളൂ. ഒരു കാരണവശാലും പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ മറ്റൊരു ക്ലാർക്ക്, അതായത് ഈ പറയുന്ന കോടതിയിലെ, അതായത് അന്നത്തെ സെഷൻസ് കോടതിയാണോ അതോ അല്ല, അത് അന്ന് CBI സ്പെഷ്യൽ കോർട്ടിലായിരുന്നു, ആ കോടതിയിലായിരുന്നു ഇപ്പോഴത്തെ ജില്ലാ ജഡ്ജി ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കോടതിയിലായിരുന്നു ആദ്യം ആ കേസ്. CBI 3-ാം കോടതിയിലായിരുന്നു, മറ്റോ ആയിരുന്നു. അങ്ങനെ അവിടുത്തെ ശിരസ്താര് അയാളും അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുനടന്ന് അയാളുടെ സ്വന്തം ലാപ്ടോപ്പിലോ ഏതോ ഒന്നത്തിലോ കണ്ടു എന്നുള്ളതാണ്. അയാൾ കൊണ്ടുപോയി കണ്ടതിൻ്റെ അങ്ങനെ 3 പേര് കണ്ടതായിട്ട് മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഈ 3 പേരെന്ന് പറയുന്ന ഒരു 30,000 പേര് കാണും. കാര്യം ഇപ്പോൾ ഞാൻ പറയുന്ന ഒന്ന് മജിസ്ട്രേറ്റ് എങ്ങനെ കാണാനിടയായി, എന്തിനു വീട്ടിൽ കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ഒരു റീസൺ അതിന് പറയണ്ടേ, ശരിയായ ഒരു റീസൺ വേണം. ഇതൊന്നുമില്ല, അങ്ങനെ ചെയ്യാമെന്നായിരുന്നു എനിക്ക് ധാരണ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ധരിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഇതൊക്കെ കൊണ്ടുപോയാലുള്ള കുഴപ്പം എന്താ? ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കും, ഇങ്ങനൊരു സാധനം ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, അതെ അല്ല ഒന്ന് കാണിക്കാം. മജിസ്ട്രേറ്റിന് വളരെ ഇഷ്ടമുള്ളവരോ അല്ലെങ്കിൽ ഇത് കാണുന്നവന് ഇഷ്ടമുള്ളവരോ ആണെങ്കിൽ ഇത് വിളിച്ച് വലിയ ആളാവാൻ വേണ്ടി ഇതൊന്ന് കാണിക്കും. എത്ര പേര് കാണും? എത്ര പേര് ഇത് അറിയും? അൾട്ടിമേറ്റ്ലി ഇത് ആർക്കാണ് ഇതിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നത്? ആ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിക്കല്ലേ ഇതിൻ്റെ മുഴുവൻ ദോഷം ഉണ്ടാകുന്നത്.